എത്ര കഷ്ടപ്പെട്ടാലും കയ്യിൽ പണം നിൽക്കുന്നില്ലേ? എങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. പണത്തെ കാന്തം പോലെ ആകർഷിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ ഇവിടെ പറയാൻ പോകുന്നത്, ഒരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ കയ്യിൽ പണം വരുന്നുണ്ട് ഏതൊക്കെ വഴി കൂടെ, പക്ഷെ കയ്യിൽ പണം തങ്ങി നിൽക്കുന്നില്ല, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഒരുപാട് ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ചിലപ്പോ ശരിയായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഈ ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ ഒരു പ്രത്യേക രീതി, നമ്മളെ മനസ്സിനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം. ഈ ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിശ്വസ്തതയാണ്. അപ്പൊ നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യാത്ത ചില വ്യക്തികൾക്ക് ഇത് ഫലം ലഭിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ 100% നമ്മൾ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ, ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തതയെ ആസ്പദമാക്കി തന്നെയാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. പിന്നെ മാനസികമായി നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാവണം. നമുക്ക് എന്താണോ നമ്മളുടെ ആഗ്രഹം എന്നുള്ളത് നമ്മൾ നടന്നതായി തന്നെ എപ്പോഴും മനസ്സിനോട് പറഞ്ഞ് നമ്മൾ ഉണ്ടല്ലോ, നമ്മളെ കഷ്ടതയാണ്, നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കഷ്ടതയിൽ നിന്നും കൂടെ വിമുക്തത കിട്ടില്ല. അപ്പൊ നമ്മൾക്ക് സന്തോഷമാണ്, എനിക്ക് സുഖമാണ്, ഞാൻ ധനികനാണ് എന്ന് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിച്ച് നടക്കണം. എന്തായാലും നമ്മളുടെ ചിന്ത എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം തന്നെയാണ് എപ്പോഴും എല്ലാവർക്കും നല്ലത്. ഞാൻ തോറ്റു പോയി ജീവിതത്തോടെ നമ്മൾ കരുതി കഴിഞ്ഞാൽ തോറ്റു തന്നെ പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ ഏഞ്ചൽ നമ്പറിനും. അപ്പൊ ഈ ഏഞ്ചൽ നമ്പർ എഴുതണേനെ നമുക്ക് ചിലവർ ചോദിക്കുന്നുണ്ട്, പീരിയഡ് സമയത്ത് എഴുതാവോ അമ്മേ, കുളിച്ചിട്ട് എഴുതണമെന്നുണ്ടോ അമ്മേ, സമയം എങ്ങനെ വേണം അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനങ്ങനെ നമ്മൾ ഈ ഏഞ്ചൽ നമ്പറുകൾക്ക് നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഇതൊന്നും പറയുന്നില്ല, ബീജാക്ഷരങ്ങളൊന്നും കൂട്ടണില്ല ഈ ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇത് രാവിലെ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഉച്ചയുടെ മുന്നേ ഇട്ട് എഴുതണം എന്നുള്ളതാണ്. ഉച്ചയുടെ മുന്നേ ഇട്ട് എഴുതണം. അപ്പൊ അതിന് നമുക്ക് കുളിക്കണം എന്നില്ല, മെൻസസ്, പീരിയഡ്, ഇതൊന്നും ഒരു പ്രശ്നമാവണില്ല, പുലവാലായ്മ ഒന്നും പ്രശ്നമാവണില്ല. അപ്പൊ ഇത് എഴുതി നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പർ എഴുതിയിട്ട് നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുക. നമ്മളെ പണം വെക്കണ പെട്ടിയില് 3 എഴുതി വെക്കണം. ഒന്ന് നമ്മൾ കൊണ്ട് നടക്കണ പേഴ്സിൽ അല്ലെങ്കിൽ ബാഗിൽ വെക്കുക, ഒന്ന് നമ്മൾ പണം വെക്കണ പെട്ടിയിൽ വെക്കുക, ഒന്ന് നമ്മൾ പൂജാമുറിയിൽ നിങ്ങൾ ഇതുണ്ടല്ലോ കോയിൻസ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, ഒരു ഹുണ്ടിക എല്ലാവരുടെ വീട്ടിലും കാണാം, അതിലിട്ട് വെക്കുക. അത് ചിലപ്പോൾ നമ്മൾ അമ്പലങ്ങളിലേക്ക് വഴിപാടിന് കൊടുക്കണ പൈസ ആയിരിക്കും, എങ്കിലും അതിൽ നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി ഈ സംഖ്യ എഴുതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും സമ്പൽ സമൃദ്ധി വരും. കാരണം ഇത് ഒരു ധനാകർഷണ ഏഞ്ചൽ നമ്പറാണ്. കാരണം കാന്തം പോലെയാണ് ഈ സംഖ്യകൾ നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ പിന്നെ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത്. പിന്നെ നമ്മളെ ജീവിതം തന്നെ മാറി മറിയുന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എഴുതിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ കേരളീയരെ അല്ലെ, കേരളീയർക്ക് ഈ ഏഞ്ചൽ നമ്പറിനെ പറ്റി അറിയാത്തത് കൊണ്ട് വിശ്വസ്തത കുറവാണ്. നേരെ വെച്ച് നമ്മളെ ഇവിടുന്ന് കിട്ടിയിട്ട് മറുനാട്ടിലുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര വിശ്വാസമാണ്. ഇംഗ്ലീഷിലൊക്കെ ലണ്ടൻ, അമേരിക്ക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ ഇവര് ഇത് എഴുതി വെക്കുന്നുണ്ട്. അവിടെ ഒരു ദരിദ്രനെയും നമ്മൾ കാണില്ല, അവിടെ എല്ലാവരും കോടീശ്വരന്മാരാ. അപ്പൊ അവർക്ക് ഏഞ്ചൽ നമ്പറിൽ ഒരുപാട് വിശ്വാസമാണ്, ഭക്തി ഉണ്ട് അവർക്ക്. അപ്പൊ ഇതൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഭക്തി ഒപ്പം വേണം കേട്ടോ. നമ്മൾ ഈശ്വരനിൽ നല്ല വിശ്വാസം വേണം. കാരണം എന്തും ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഈ ധനവശ്യം നടക്കുന്നത്. നമ്മളെ മഹാലക്ഷ്മി നമ്മളെ ഒപ്പം ഉണ്ടെങ്കിലാണ് നമ്മളെ വീട്ടിൽ നിന്ന് ധനം പോവാതിരിക്കുള്ളൂ. അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവതിയെ നല്ല പ്രാർത്ഥിക്കണം, ദേവിയുടെ അനുഗ്രഹം കിട്ടണം നമുക്ക്. അപ്പൊ നമ്മൾ ഈശ്വരവിശ്വാസത്തോടു കൂടി ഒരു വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ വെക്കരുത്. ഒരു കുട്ടി പറയണ്ടായി, മനസ്സ് നന്നായാൽ എല്ലാം ഉണ്ടാവും. സത്യമാണ്, മനസ്സ് നന്നാവണം. കാരണം നമ്മൾ ദുഷ്ടചിന്തകളൊന്നും വിചാരിക്കരുത് ഈ ഏഞ്ചൽ നമ്പർ എഴുതി വെച്ചാൽ. എങ്ങനെ നിങ്ങൾക്ക് ഇത് ഞാനൊരു കടലാസിൽ പച്ച മഷി കൊണ്ടാണ് എഴുതുന്നത് ഈ എന്താ പറയുക ഏഞ്ചൽ നമ്പർ. അപ്പൊ ഈ കടലാസ് നിങ്ങൾക്ക് പഴകുന്നത് വരെ അത് നമ്മളെ ബാഗിൽ ഇരുന്നോട്ടെ. കടലാസ് അല്ലേ, ഇലകളിൽ ഒന്നല്ല എഴുതാൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇതിൽ ഇരുന്നോട്ടെ, നമ്മളെ വീട്ടിലേക്ക് എന്നും ധനം വന്നു ചേരണ്ടേ. ഇതിന് കാലപരിധിയേ ഇല്ല, ഇത് നിങ്ങളെ ഏത് കാലത്തും കൊണ്ടു നടക്കാട്ടോ. അതിന് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത്ര പോകുന്നൊരു കടലാസ് വേണ്ടു നമുക്ക്, കണ്ടല്ലോ, ഇത്ര പോകുന്നൊരു വെള്ള പേപ്പർ, ഇത് ഇത്രേ വേണ്ടു നമുക്ക്. ഒരുപാട് വലുതായ മടക്കണ്ടല്ലോ, മടക്കാൻ പാടില്ല ഇത്. അപ്പൊ നമ്മൾ 8 8 8 3 8 എഴുതി വെക്കേണ്ടത്. ഈ 8 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ അനന്തമായ ധനപ്രവാഹത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു.
പച്ച മഷി ഉപയോഗിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കറുത്ത മഷിയിലോ ചുവന്ന മഷിയിലോ ഒന്നും എഴുതിയാൽ നമുക്ക് വിചാരിച്ച ഫലം കിട്ടില്ല. അപ്പൊ എല്ലാവരും ഇതിങ്ങനെ പച്ച മഷിയിൽ എഴുതിയിട്ട് നിങ്ങളെ പേഴ്സിൽ സൂക്ഷിക്കുക. 3 ഉണ്ടാക്കി വെക്കുക, 3 സ്ഥലത്ത് വെക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.